ഹായ് ഗൈസ്, വെൽക്കം ടു ഹാക്ക് ഫയൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ HTML ഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ കുറച്ച് കാലം മുന്നേ HTML കുറച്ച് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിന് ശേഷം ഒരു ഡിവിൻ്റെ ഒരു കണ്ടൻറ്റും കൂടി വരുന്നതാണ്. സോ അതൊരു ചെറിയ വീഡിയോ ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ CSSൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. സോ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ HTMLും CSSും ജാവാസ്ക്രിപ്റ്റും 3 ഫണ്ടമെൻ്റൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കവർ ചെയ്യും. സോ അതിനുശേഷം നമുക്കൊരു ലൈവ് ആയിട്ട് 1-2 പ്രൊജക്ട്സ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ഞാനിവിടെ form.htmlൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിക് ആയിട്ടുള്ള ഈ ഡോക് ടൈപ്പും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഇതെടുക്കുകയാണെങ്കിൽ, ബ്രൗസർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെഡിങ് ലേണിംഗ് ഫോം എന്നാണ്. കഴിഞ്ഞ് നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. സോ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോം എന്നുള്ള ടാഗ്. ഓക്കെ, ഇങ്ങനൊരു ടാഗാണ് നമ്മൾ ഫോമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോം എന്താണെന്ന് അറിയുന്നുണ്ടാകും. ഫോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ യൂസർ ഇൻപുട്ടൊക്കെ അടിച്ച് നെയിമും ഫോൺ നമ്പറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഫോം എന്ന് പറയുന്നത്. സോ ഞാനിവിടെ നമുക്കിപ്പോൾ ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് ടൈപ്പിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ ഓപ്പണിങ് മാത്രമേ ഉള്ളൂ, ക്ലോസിങ് ടാഗ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഇൻപുട്ട്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ എഴുതുന്നത്. സോ ഇപ്പോൾ ഞാനിവിടെ ഒരു ഇൻപുട്ട് ടാഗ് ഇട്ട്, ഓക്കെ, ഇനി നമ്മൾ വെബ്സൈറ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ കണ്ടോ ഒരു ഇൻപുട്ട് എലമെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനൊരു എന്താ ചെയ്യുക, ഒരു H1 കൊടുക്കുന്നുണ്ട്. മൈ ഫോം എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൈ ഫോം എന്നവിടെ കാണാൻ കഴിയും. ഞാനിനി ഇവിടെ ഒരു നെയിം ആട്രിബ്യൂട്ടും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ യൂസർ നെയിം എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെയിം ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ, സോ ഇത് ബേസിക്കലി നമ്മൾ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഇൻപുട്ട് ഫീൽഡ്സിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂസർ നെയിം എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അതായത് വാല്യൂ മീൻസ് ഈ ഒരു ഓരോ യൂസേഴ്സും ഈ ഇൻപുട്ട് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുമല്ലോ, ആ ഒരു വാല്യൂ, ഐ മീൻ ഈ ഒരു വാല്യൂ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തല്ലോ, ഈ ഒരു സാധനം നമുക്ക് ആ ഒരു പേരിലായിരിക്കും കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ഈ നെയിം ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ യൂസർ നെയിം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു യൂസർ നമ്മുടെ ഈ വെബ്സൈറ്റിലൂടെ കയറുകയാണെങ്കിൽ ആ യൂസറിന് അറിയുന്നില്ല ഈ ഒരു ഫീൽഡ് ഉണ്ട്, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു ലാബൽ വേണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ലാബിലൂടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ലാബൽ ടാഗ് യൂസ് ചെയ്ത്, ഇപ്പോൾ ലാബൽ ടാഗ് എടുക്കുന്ന സമയത്ത് ഇൻപുട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലാബലിന് ക്ലോസിങ് ടാഗ് ഉണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് വരുന്നതല്ല, നമ്മൾ ഡെവലപ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് ക്ലോസിങ് ടാഗ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ നെയിം എന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ ഇപ്പോൾ ഈ വെബ്സൈറ്റ് കയറുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇവിടെ നെയിമാണ് അടിക്കേണ്ടതെന്ന്. പിന്നെ നമുക്കിവിടെ പ്ലേസ് ഹോൾഡറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്ലേസ് ഹോൾഡർ ആഡ് ചെയ്ത് എൻ്റർ യുവർ നെയിം ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, എൻ്റർ യുവർ നെയിം എന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ ഇൻപുട്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാബലിലോട്ട് തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോർ എന്നൊരു സാധനം കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. ബട്ട് ഞാൻ ഈ ഒരു ഫോറിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഒരു വേറൊരു ID എന്നുള്ളൊരു സാധനം കൊടുക്കുക. ID എന്ന് പറയുമ്പോൾ യുണീക്കായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കണം. അതായത് ഈ ഒരു ഇൻപുട്ട് ഫീൽഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ID, ക്ലാസ്, അങ്ങനത്തെ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നമ്മളതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യേണ്ടത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയ സീരീസിൽ. എനിവേ, ഞാനിവിടെ ID എന്നത് നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ ലാബിൽ തൊടുന്ന സമയത്ത് നേരെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിലോട്ട് ഫോക്കസ് ആവുന്നുണ്ട്. കണ്ടോ? ഓക്കെ, അതൊക്കെയാണ് ഈ ബേസിക്കായിട്ട് ഈ ലാബലിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ഫീൽഡിന് മേ ബി അത് അത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ പോലും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് റേഡിയോ ബട്ടണ്, അതിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആക്കും. അതുപോലെ തന്നെ ചെക്ക് ബോക്സിനൊക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാ ടെക്സ്റ്റ് ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈൽ നമ്പറാണ് അടുത്ത ഫീൽഡ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിന് കൊടുക്കാം. അപ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൽ എന്നുള്ളൊരു ടൈപ്പ് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, ടെൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് നെയിം, മൊബൈൽ ഐ ഡി ആണെങ്കിൽ മൊബൈൽ തന്നെ കൊടുക്കാം. ഓക്കെ, പ്ലേസ് ഓർഡറിൽ എൻ്റർ യുവർ മൊബൈൽ. ഓക്കെ, ഇതിനൊരു ലേബൽ വേണം. ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലേബൽ കൊടുത്തപ്പോൾ ലേബൽ നെയിം ആയിരുന്നു, അത് മാറ്റിയിട്ട് മൊബൈൽ എന്നാക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഒറ്റ വരിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ അടിയിലോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ CSS പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് CSS അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CSS യൂസ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ HTML മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ HTML ഒരു സാധനമുണ്ട്, BR എന്ന് പറയുന്ന സാധനം. ഇത് യൂസ് ചെയ്താൽ നമുക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാൻ പോവാം. ഇപ്പോൾ അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി കൊടുക്കുക. അപ്പോൾ ഒരു സ്പേസും കൂടി കിടന്നോട്ടെ, നല്ലൊരു കുറച്ച് നീറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ടെല്ല് കൊടുത്തല്ലോ. ടെല്ല് കൊടുത്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നമ്പർ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഒരു ബട്ടണും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ബട്ടൺ ആഡ് ചെയ്യുമ്പോൾ സേവ് എന്നോ അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. കുറേ ടൈപ്പ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇതിൽ സബ്മിറ്റ് ടൈപ്പ് കൊടുക്കാം. ഓക്കെ, ഇവിടെ സബ്മിറ്റ് ടൈപ്പ് കൊടുത്ത് ഓക്കെ, സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ആ ഫോം അങ്ങ് സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഈ ഫോമിൻ്റെ ആക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഫോമിൽ ആക്ഷൻ കണ്ടോ, ഇവിടെ നമ്മൾ എവിടേക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും index.html ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോൾഡറിലോട്ട്, ആ ഒരു പേജിലോട്ട് പോകും. ഓക്കെ, ബേസിക്കലി ഈ ഒരു ആക്ഷൻ എന്തിനാന്ന് വെച്ചാൽ ഈ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അടിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിലോട്ടോ ഇതിലോട്ടോ പോകും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യും. ഓക്കെ, മേ ബി ഒരു API കാൾ ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ഇത് കണ്ടിന്യൂഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ വീഡിയോ മാത്രമായിട്ട് നമ്മൾ കണ്ടൻസ് ഒരിക്കലും ഒരു ക്യാപ്സ്യൂൾ ഓറിയൻറ്റഡ് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് വരികയാണെങ്കിൽ പോലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഒറ്റയ്ക്ക് ലേൺ ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ എൻഡ് ഓഫ് ദ കരിയർ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അപ് ടു ഡേറ്റ് ആവുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ പറയാത്ത ചില കാര്യങ്ങളുണ്ടാകാം. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മേ ബി എനിക്കറിയാത്തതാകാം, മേ ബി എനിക്കറിയുന്നതാകാം. ഞാൻ വീഡിയോയിൽ ലെങ്ത്ത് കൂടേണ്ട വെച്ചിട്ടും അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് കവർ ചെയ്യാൻ വെച്ചിട്ട് വിട്ടുപോയതാകാം. ബട്ട് അത് മേ ബി വേറെ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആകാം. ഓക്കെ, മേ ബി എനിക്കറിയാത്തതാണെങ്കിൽ എനിക്കും പുതിയൊരു നോളജ് കിട്ടും. ഓക്കെ, അപ്പോൾ റിസർച്ച് ചെയ്യുക. എപ്പോഴും എന്ത് പഠിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലും പഠിക്കാൻ നോക്കുക. ഒന്നും കൂടി അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ഇപ്പം നെയിമും മൊബൈലും ആയി. ഓക്കെ, ഇപ്പോൾ വേറൊരു ഫീൽഡ് ഉണ്ട്, വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഇത് റിക്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതൊന്ന് കൊടുത്തു നോക്കാം. റിക്വേർഡ് ഞാൻ കൊടുത്ത്, എനിക്ക് റിക്വേർഡ് ട്രൂ എന്നും കൊടുക്കാം, അല്ലെങ്കിൽ റിക്വേർഡ് മാത്രം ഇട്ടാലും ഇത് വർക്കാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കായി. ഓക്കെ, ഇപ്പോൾ ഞാൻ കണ്ടോ ഈ ഒരു ഫീൽഡ് ചെയ്യാതെ ഫില്ല് ചെയ്യാതെ കൊടുത്തപ്പോൾ എന്താണ്, ഇത് സാധനം പോകുന്നില്ല. കണ്ടോ, നേരത്തെ ഇവിടെ നിങ്ങൾക്കൊരു ഇത് പോയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഫിൽ ഇൻ ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഞാനിവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത്, എന്നിട്ടും പറ്റുന്നില്ല. ഇത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ ഇങ്ങനെ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഫോം ഫില്ലായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട് അത് കൊടുത്ത സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു മൊബൈൽ ആയതുകൊണ്ടാണ് ഈ ടൈപ്പ് ടെല്ല് കൊടുത്തത്, മൊബൈൽ നമ്പറും കാര്യങ്ങളായതുകൊണ്ട്. ടെസ്റ്റ് കൊടുത്തിട്ടും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനിയൊരു ഇപ്പോൾ നമ്മൾ ടെല്ലും ടെക്സ്റ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ടൈപ്പ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൊബൈലും നെയിമും ആയി. ഇനി നമുക്ക് ജെൻഡറാണ് അടുത്തത് കൊടുക്കേണ്ടത്. സോ അതിനു വേണ്ടി 2 ജെൻഡറാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. ഓക്കെ, only 2. ഓക്കെ, 2 ജെൻഡർ കോഡ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ മെയിൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ
മെയിൽ എന്ന് കൊടുക്കുന്നുണ്ട് 4. ഓക്കെ, ഇവിടെ ഞാൻ റേഡിയോ കൊടുക്കുന്നുണ്ട്. ഇവിടെ നെയിം എന്നുള്ളത് ഞാൻ എന്താ കൊടുക്കുന്നത്, ഇപ്പം ഞാൻ മെയിൽ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഐ ഡി ആണെങ്കിലും മെയിൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് പ്ലേസ് ഹോൾഡർ ഇതിനില്ല. ഓക്കെ, അപ്പോൾ ഞാനത് മാറ്റുന്നു. ഓക്കെ, റിക്കേർഡ് കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കൊടുത്ത് ഇനിയുള്ളൊരു ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുക്കുന്നു. വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായി ഇത് മാറ്റാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ Ctrl+D നിൽക്കുക. വിൻഡോസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ Command+D ആണ് നിൽക്കേണ്ടത്. ഓക്കെ, ഞാനത് നെക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാറി. ഞാൻ ജസ്റ്റ് ഇവിടെ FE എന്ന് കൊടുത്ത്. ഓക്കെ, ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ എന്തായി ഒറ്റയടിക്ക് മാറിയല്ലോ. അപ്പോൾ ഇടയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ എന്താണ് ടിപ്സും ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെയിലും ഇതും വന്ന് ഇപ്പോൾ 2 ജെൻഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു BR ടാഗും കൂടി കൊടുത്തിട്ടുണ്ട്, ഇതൊരു ബ്രേക്ക് ആവാൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിതിൽ ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു BR ആഡ് ചെയ്യുക, അപ്പോൾ അത് താഴോട്ട് പോകും. ഓക്കെ, കുറച്ചും കൂടി സ്പേസും ആണെങ്കിൽ ഒരു BRഉം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെയിൽ ഫീമെയിലായി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് ഇപ്പോൾ ഇത് റിക്കേർഡ് കൊടുത്തുകൊണ്ട് പ്ലീസ് സെലക്ട് 1 ഓഫ് ദീസ് ഓപ്ഷൻസ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഈ റേഡിയോ ബട്ടൺ നമ്മളിവിടെ യൂസ് ചെയ്യുക. കുറേ ഓപ്ഷൻസിൽ 1 or 2 സെലക്ട് ചെയ്യാനുള്ള ഒന്ന് സെലക്ട് ചെയ്യാനുള്ള സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യുക. ബട്ട് ഇവിടുത്തെ കേസിൽ നോക്കുമ്പോൾ നമുക്ക് 2 സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ? ഒരാൾക്ക് 2 ജെൻഡറിലല്ലോ, ഒറ്റ ജെൻഡറല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കണം. ഓക്കെ, ഈ ഇഷ്യൂ എന്താ മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇൻപുട്ട്സ് ഇത് മെയിലാണ്, നെയിമിൻ്റെ അവിടെ ഇതും ഫീമെയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇഷ്യൂ. ഞാനിവിടെ അത് മാറ്റാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ടാണ് സ്വീകരിക്കുക, നമ്മൾ എന്താണ് ഇവിടെ നെയിം കൊടുക്കുന്നത് അതായിട്ടാണ് സ്വീകരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഞാനിവിടെ മാറ്റി 2 ജെൻഡർ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ടോ, എനിക്ക് ഒറ്റൊന്നിനെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായ? അതാണ് ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നേരത്തെ ഇത് മൾട്ടിപ്പിൾ ആയപ്പോൾ ഈ നമ്മുടെ ഫോം എന്ത് വിചാരിച്ചു, ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. പക്ഷേ രണ്ടും സെയിം നെയിം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒറ്റൊരു സംഭവമാണെന്ന്, ജെൻഡർ എന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഡിയോ ബട്ടൺ യൂസ് ചെയ്താൽ അതിൻ്റെ വാല്യൂ ഒറ്റൊന്നേ ഉണ്ടാകുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മളതിന് ചെക്ക് ബോക്സ് യൂസ് ചെയ്യും. അത് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ജെൻഡർ കൊടുത്തു. ഓക്കെ, പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മളിതിൽ വിട്ടുപോയൊരു സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ വാല്യൂ, ഇതിന് വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിലാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഫീമെയിൽ ആണെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഇവിടെ ഫീമെയിൽ അല്ലേ, ഫീമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിലേതാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മെയിൽ നമ്മളിവിടെ എന്താണ് കൊടുക്കുന്നത് അത് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ഇൻപുട്ട് ഫീൽഡ് അത് അവരാണ് ഇതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ അട്രിബ്യൂട്ട് കൊടുക്കാത്തത്. ബട്ട് നമ്മൾ റിയാക്റ്റിലും ഇതിലൊക്കെ നമ്മൾ വാല്യൂ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അത് വേറെ സംഭവമാണ്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ HTML മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടി. ഇനി നമുക്ക് ചെക്ക് ബോക്സ് നോക്കാം. ഓക്കെ, ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാറ്റാൻ പോവാം. ഇപ്പോൾ നമ്മൾ ചെക്ക് ബോക്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലാബൽ ഇടാം. ഇവിടെ ചുമ്മാ ലാബിലോ പി ടാഗോ എന്തും ഇടാം, ലാബിലിടാം. ഓക്കെ, അതിൽ 4 വേണ്ട, ഫേവറേറ്റ് സ്പോർട്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫേവറേറ്റ് ആയ സ്പോർട്സ് ആൾ മെൻഷൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നിന് ഇത് ഫുട്ബോൾ എന്ന് കൊടുക്കാം. ഫുട്ബോൾ.
അതെന്താവണം, ഇത് മാറ്റിയിട്ട് ചെക്ക് ബോക്സ് ഫുട്ബോൾ പ്ലേസ് ഹോൾഡർ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ 2-3 കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ക്രിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ ഒന്നും കൂടി കൊടുക്കണമല്ലോ, ഹോക്കി കൊടുക്കാം. ജോക്കി അല്ല, ഹോക്കി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇങ്ങനെയാണിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രേക്ക് കൊടുക്കാം, കുറച്ചും കൂടി നേക്കാണല്ലോ. ഓക്കെ, അപ്പോൾ കൊടുത്ത സമയത്ത് ഇവിടെ ഒരു VR കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയില് ഫീമെയില് ഫേവറേറ്റ് സ്പോർട്സ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യേണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജെൻഡർ കൊടുത്തിട്ടില്ല, അപ്പോൾ ഇവിടെ കൊടുക്കണമെന്നില്ല, ഞാൻ പിന്നെ വെറുതെ കൊടുത്തതാണ്. ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും വാല്യൂ യൂസ് ചെയ്യണം കേട്ടോ, വാല്യൂ. ഓക്കെ, ഇവിടെ ഫുട്ബോള്, ഇവിടെ എന്താണ് ക്രിക്കറ്റ്, പിന്നെ ഹോക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്ത് ഇപ്പോൾ നമ്മൾ ഫോമിലുള്ള മിക്ക സംഭവങ്ങളും കവർ ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് വരുന്നത്. ആൻഡ് ഇതിലിപ്പോൾ വാലിഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്പർ ഇപ്പോൾ നമുക്ക് അറിയാം, ഫോൺ നമ്പർ 10 നമ്പറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആണെങ്കിൽ മാക്സ് ലെങ്ത്ത് പറഞ്ഞിട്ട് 10 കൊടുത്തു കഴിഞ്ഞാൽ 10ൻ്റെ മേലെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, 10 എലമെൻസിൻ്റെ മേലെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. 1 2 3 4 5 6 7 8 9 10 മേലോട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ മിനിമം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിൻ ലെങ്ത് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്ന് കവർ ചെയ്യുക. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല, അതൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാകുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വേറൊരു വീഡിയോ ആക്കി ചെയ്യാം. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.